കൊല്ലത്ത് പേ വിഷബാധയേറ്റ് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരം. നായ കടിച്ചത് നേരിട്ട് ഞരമ്പിലാണെങ്കിൽ വാക്സിൻ ഫലപ്രദമാകണമെന്നില്ലെന്ന് SAT സൂപ്രണ്ട് ബിന്ദു എസ് പറഞ്ഞു. രാവിലെ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. പട്ടിയുടെ കടി കിട്ടിയ ഉടനെ തന്നെ ഒരു വേണ്ട ചികിത്സകൾ ഉടനെ തന്നെ കഴുകുകയും അടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ പോവുകയും ചെയ്തു. വാക്സിൻ എടുത്തു. ഇമ്മ്യൂണോഗ്ലോബുലിൻ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വാക്സിൻ എടുത്തതിലും എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ വാക്സിൻ എടുത്തതിന് ശേഷവും കുട്ടി അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരു കേസിൽ. അപ്പോൾ ഇത് പ്രതിരോധ കുത്തിവയ്പ്പാണ്, അതുകൊണ്ട് അതിന് ചില പരിമിതികളുണ്ട്, ഇതാണ് ഡോക്ടർ പറയുന്നത്, അല്ലേ? തീർച്ചയായും ഈ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത്. തുടർന്ന് ഈ കൃത്യമായ രീതിയിൽ തന്നെ വാക്സിൻ ഒക്കെ തന്നെയും എടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ കുട്ടിയാണ്, ഈ കുട്ടിയുടെ കൈക്കാണ് കടിയേറ്റത് എന്നതുകൊണ്ടും, അതായത് അപ്പർ ബോഡിക്ക് മുകളിലാണ് ഇത്തരത്തിൽ കടിയേറ്റത് എന്നതുകൊണ്ടും ഈ പേവിഷബാധ കുട്ടിക്ക് ഏൽക്കാൻ വളരെ അധികം സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് SAT സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടിക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും ആ ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. കുട്ടിയുടെ അമ്മയോട് സംസാരിച്ച സമയത്തും ഇത്തരത്തിൽ പട്ടിയുടെ കടിയേറ്റതിന് ശേഷം വെള്ളത്തിൽ സോപ്പ് വെച്ച് കൈ കഴുകിയതിനു ശേഷം ആശുപത്രിയിൽ പോവുകയും കൃത്യമായ രീതിയിൽ തന്നെ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുകയും ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ പേവിഷബാധ പനി ബാധിച്ച് ഈ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷമാണ് ഈ പേവിഷബാധ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് പോസിറ്റീവ് ആവുകയും ചെയ്തു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് SAT സൂപ്രണ്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നിലവിൽ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ്. സാധ്യമായതെല്ലാം ഈ കുട്ടിയുടെ കാര്യത്തിൽ ചെയ്യും എന്നത് തന്നെയാണ് SAT സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ അവസാന ഡോസ് മാത്രമാണ്, ഈ വാക്സിന്റെ അവസാന ഡോസ് മാത്രമാണ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അത് ഈ മെയ് മാസം 6-ാം തീയതിയാണ് ഇത്തരത്തിൽ എടുക്കാൻ ഉണ്ടായിരുന്ന ഡേറ്റ്. ആ ഡേറ്റിനോട് അടുക്കുന്ന സമയത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കുട്ടി ഇപ്പോഴും തീർച്ചയായും ആന്റി റാബിസ് വാക്സിൻ എന്നത് വാക്സിനാണ്, പ്രതിരോധ കുത്തിവയ്പ്പാണ്. അത് സ്വാഭാവികമായും കടിച്ചതിന് ശേഷം എടുക്കുമ്പോഴുള്ള റിസ്ക് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഞരമ്പുകളിലേക്ക് നേരിട്ട് വൈറസ് ബാധിക്കുന്ന തരത്തിലാണ് കടിച്ചതെങ്കിൽ അവിടെ റിസ്ക് നിലനിൽക്കും എന്നതാണ്. പല കാര്യങ്ങളിലും അതിന് തെളിയിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ കൊല്ലത്തെ കുട്ടിയുടെ കാര്യത്തിലും ഡോക്ടർ വിശദീകരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സുലേഖ നൽകിയത്.